സർ, തീർത്ഥാടന ടൂറിസം 447 വർഷം പഴക്കമുള്ള കോട്ടയം ചെറിയപള്ളി മരിയൻ തീർത്ഥാടന കേന്ദ്രമാണ്. കോട്ടയം ചെറിയപള്ളിയെ തീർത്ഥാടന ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തി സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിന് 2 കോടി രൂപ വകയിരുത്തുന്നു. കൊട്ടാരക്കരക്കാരനായ ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ മലങ്കര സഭ വിശ്വാസിയൊന്നുമല്ല. പക്ഷേ മലങ്കര സഭ മക്കൾക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവാണ് കെ.എൻ. ബാലഗോപാൽ. അദ്ദേഹത്തിന്റെ പേര് കൂടി ഇതാ സഭയിലെ ചിലരൊക്കെ ഇടപെട്ട് കളങ്കിതമാക്കിയിരിക്കുന്ന ദുഃഖ വാർത്തയാണ് പറയാനുള്ളത്. എന്തായാലും കെ.എൻ. ബാലഗോപാൽ ചെയ്തത് നല്ല കാര്യം തന്നെയാണ്. പക്ഷേ അതിനെ വക്രീകരിച്ച് വളച്ചൊടിച്ച് ചിലർ വെടക്കാക്കി തനിക്കാക്കാൻ ശ്രമിച്ചപ്പോൾ സംഭവിച്ചത് സഭയ്ക്ക് മൊത്തം നാണക്കേടാണ്. എന്താണെന്നല്ലേ, ഒരു നന്ദി പറച്ചിൽ കത്ത് വായിക്കാം. ഒരു കുറിപ്പാണ്. ആ കുറിപ്പ് ഇങ്ങനെ പറയുന്നു: ധനകാര്യ വകുപ്പ് മന്ത്രി കെ.എൻ. ബാലഗോപാൽ നിയമസഭയിൽ അവതരിപ്പിച്ച സംസ്ഥാന ബജറ്റിൽ നമ്മുടെ കോട്ടയം ചെറിയ പള്ളി ഇടവകയ്ക്ക് അഭിമാനകരമായ നേട്ടം ലഭിച്ചു. തീർത്ഥാടന ടൂറിസം മേഖലയിൽ പൈതൃകത്തെ സംരക്ഷിക്കുവാൻ വേണ്ടി നമ്മുടെ ഇടവകയ്ക്ക് 2 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി എന്ന വിവരം സ്നേഹപൂർവ്വം എല്ലാവരെയും അറിയിക്കട്ടെ. ഇതിനുവേണ്ടി പ്രയത്നിച്ച ധനകാര്യ വകുപ്പ് മന്ത്രിയോടും മലങ്കര സഭയുടെ അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് ബിജു ഉമ്മനോടും സംസ്ഥാന സർക്കാരിനോടുമുള്ള ഹൃദയം നിറഞ്ഞ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. സ്നേഹപൂർവ്വം തോമസ് ജോർജ്, വികാരി, കോട്ടയം ചെറിയ പള്ളി. അച്ചോ, ചെറിയ പള്ളിക്ക് ബഡ്ജറ്ററി സപ്പോർട്ട് കിട്ടിയതിൽ സന്തോഷമുണ്ട്. എന്നാലും 1-2 സംശയങ്ങൾ ബാക്കി കിടന്നു. അത് മലങ്കര സഭ വിശ്വാസികളുടെ സംശയമാണ്. മലങ്കര സഭയുടെ അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് ബിജു ഉമ്മനോടും അങ്ങ് നന്ദി പറഞ്ഞു. അപ്പോൾ അദ്ദേഹം വ്യക്തിപരമായി ഇടപെട്ടിട്ടാണോ ചെറിയ പള്ളിക്ക് ഈ 2 കോടി രൂപയുടെ ധനസഹായം ശരിയാക്കി തന്നത്? അപ്പോൾ സെക്രട്ടറി മറ്റ് ഇടവുകൾക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല. സംശയമാണ് വെച്ചാൽ വെറും സംശയം, വിശ്വാസികൾക്കുണ്ടായ വെറും സംശയം. സഭയാണ് സർക്കാരിന് ഈ ഗ്രാന്റിന് വേണ്ടി അപേക്ഷ കൊടുത്തതെങ്കിൽ പരുമലയ്ക്കും പുതുപ്പള്ളിക്കും മണർകാടിനും കുറുവമ്പള്ളിക്കും കോട്ടയം സെമിനാരിക്കും ലഭിക്കാത്ത പ്രിവിലേജ് കോട്ടയത്തെ ചെറിയ പള്ളിക്ക് എങ്ങനെ കിട്ടിയോ? ഒരു 3 ചോദ്യങ്ങൾ കൂടി. ചെറിയ പള്ളിക്ക് ഇത്തരമൊരു ഗ്രാന്റ് ലഭിക്കാൻ ഇടവകയിൽ നിന്നും സർക്കാരിന് അപേക്ഷ കൊടുത്തിരുന്നോ? സഭയുടെ സെക്രട്ടറിയാണോ ആ അപേക്ഷ കൊടുത്തത്? സഭയുടെ സെക്രട്ടറിയാണ് സർക്കാരിന് അപേക്ഷ കൊടുത്തതെങ്കിൽ ഇടവകയുടെ പൊതുയോഗം ഇത് അറിഞ്ഞോ? അതാണച്ചോ അല്പം മുമ്പ് ചോദിച്ചത്. ഇടവകയല്ല, സഭയാണ് സർക്കാരിന് ഈ ഗ്രാന്റിന് വേണ്ടി അപേക്ഷ കൊടുത്തതെങ്കിൽ പരുമലയ്ക്കും പുതുപ്പള്ളിക്കും മണ്ണുക്കാടിനും പിന്നെ പിറവമ്പള്ളിക്കും ഒക്കെ ലഭിക്കാത്ത ആ ഒരു പ്രിവിലേജ് എങ്ങനെ കോട്ടയം ചെറിയ പള്ളിക്ക് കിട്ടിയത്? 1000 വർഷം വരെ പഴക്കമുള്ള കല്ലൂപ്പാറ വലിയ പള്ളിയിൽ തീർത്ഥാടന കേന്ദ്രമാണ്. അവർക്കും അർഹതയുണ്ട് തീർത്ഥാടന ടൂറിസം പദ്ധതിയിൽ ഒന്ന് പൊങ്ങി വരാൻ. കല്ലൂപ്പാറ വലിയ പള്ളിയുടെ തലപ്പള്ളി നിരണപ്പള്ളിയുണ്ട്. അതും ഇതേപോലത്തെ തീർത്ഥാടന കേന്ദ്രമാണ്. അവർക്കും ആഗ്രഹമുണ്ട് ഒരു തീർത്ഥാടന ടൂറിസം പാക്കേജിൽ പൈതൃകത്തിലേക്ക് അവരെയും പെടുത്താൻ. വെറുതെ ഒരു മേമ്പടിക്ക് വേണ്ടി ബിജു ഉമ്മൻ സാറിന്റെ പേര് ഇതിൽ അച്ഛൻ ചേർത്തതാണെങ്കിൽ അത് വേണ്ട. അച്ഛൻ വേണമെങ്കിൽ ഇടവക ഇരിക്കുന്നിടത്ത് CPM ലോക്കൽ കമ്മിറ്റി ഏരിയ സെക്രട്ടറിയുടെ പേര് വെച്ച് നന്ദി പറയാമായിരുന്നു. കാരണം ബജറ്റ് അവതരിപ്പിച്ചത് അവരുടെ ധനമന്ത്രിയാണ്. ഇതിപ്പോൾ സഭയ്ക്ക് കീഴിലെ മറ്റ് പള്ളികളിലെ വിശ്വാസികൾ എന്ന് വിചാരിക്കും. ബിജു ഉമ്മൻ സാർ പന്തിഭേദം കാണിച്ചതല്ലേ? ഞങ്ങൾക്കൊന്നും ബാലഗോപാൽ സാറിനെ കൊണ്ട് ഒന്നും വാങ്ങി തന്നില്ല എന്നല്ലേ അവർ കരുതുന്നത്? 1000 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള ചേപ്പാട് പള്ളി, തിരുവനന്തപുരത്തെ പാളയം പള്ളി, ഇതൊന്നുമില്ലാത്ത പ്രിവിലേജ് എന്തുവാണോ കോട്ടയം ചെറിയ പള്ളിക്കുള്ളത്? ഇതാര് സൂചിപ്പിക്കാനാണ് ചോദിച്ചത്? ഈ 2 കോടി രൂപ കൊണ്ടൊന്നും ഓർത്തഡോക്സുകാരുടെ വോട്ട് CPMന്റെ വെട്ടിൽ വീഴില്ല. ഏത് മാനദണ്ഡത്തിലാണ് ഈ പള്ളിക്ക് തുക ബജറ്റിൽ വകകൊള്ളിച്ചത്? വിശ്വാസമാണോ അതോ ടൂറിസമാണോ അതോ അവശ്യപ്പള്ളി വിഭാഗത്തിലാണോ? വിശ്വാസികൾ നേരെ വന്ന് ചോദിക്കുമ്പോൾ മറുപടി പറയുന്നു. പിന്നെ ബജറ്റിലല്ലേ പറഞ്ഞുള്ളൂ. ഇത് മാത്രമല്ല, പല പ്രഖ്യാപനങ്ങളും ഇതുവരെ കിട്ടാതിരിക്കാം. ഇതും അതുപോലെ തന്നെ നടക്കാനും പോകുന്നില്ല. കാരണം തിരഞ്ഞെടുപ്പ് വരികയാണ് 2 മാസം കഴിഞ്ഞാൽ. വെറുതെ അച്ഛനും കമ്മിറ്റിക്കാരും കൂടി ഓർത്തഡോക്സുകാരും